ആക്സിയം 4. ഈ ദൗത്യത്തിന് ഇന്ത്യ നൽകിയ പേര് ആകാശഗംഗ. വിക്ഷേപണ തീയതി 25 ജൂൺ 2025. പേടകത്തിൻ്റെ പേര് ഡ്രാഗൺ ക്രൂ. പോയ ബഹിരാകാശ സഞ്ചാരികൾ ഇതിനെ വിളിച്ചത് ഗ്രോവ്. റോക്കറ്റ് ഫാൽക്കൺ 9 ബ്ലോക്ക് 5. വിക്ഷേപണ സ്ഥലം കെനഡി സ്പേസ് സെൻറ്റർ, ഫ്ലോറിഡ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഇൻ്റർനാഷണൽ സ്പേസ് സെൻറ്ററിൽ ഡോക്ക് ചെയ്തത് 2025 ജൂൺ 26. ഈ ദൗത്യത്തിലെ ആകെ അംഗങ്ങൾ 4 പേർ. 1 പെഗ്ഗി വിറ്റ്സൺ, മിഷൻ കമാൻഡർ. USA ആക്സിയം കമ്പനിയുടെ പ്രതിനിധിയായിരുന്നു ഇവർ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചിലവഴിച്ച അമേരിക്കൻ വനിതയാണ് പെഗ്ഗി വിറ്റ്സൺ. 675 ദിവസത്തോളം ചിലവഴിച്ചു. 2 ശുഭാംശു ശുക്ല, പൈലറ്റ്, ഇന്ത്യൻ വ്യോമസേനയിലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ. 3 സ്വാവെസ് ഉസ്നാസ്കി വിസ്നിയോവ്സ്കി, മിഷൻ സ്പെഷ്യലിസ്റ്റ്, പോളണ്ട്. 1978 മിറോസ്ലാവ് ഹെർമാസ്വസ്കിക്ക് ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന രണ്ടാമത്തെ പോളണ്ടുകാരൻ. ടിബോർ കാംബു, മിഷൻ സ്പെഷ്യലിസ്റ്റ്, ഹംഗറി. ഹംഗറിയുടെ രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരി. ഹംഗേറിയൻ 10 ഓർബിറ്റ് ഹൂനോർ എന്ന ദേശീയ ബഹിരാകാശ പദ്ധതി വഴി തിരഞ്ഞെടുത്തു. ഗവൺമെൻറ് പിന്തുണയോടെ ഇന്ത്യ, പോളണ്ട്, ഹംഗറി എന്നീ രാജ്യങ്ങളിലെ ബഹിരാകാശ യാത്രികർ ഒരുമിച്ച് നടത്തുന്ന ആദ്യത്തെ ദൗത്യം. 40 വർഷത്തിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് പിന്തുണയോടെ നടക്കുന്ന ദൗത്യം. ഇന്ത്യയുടെ രണ്ടാമത്തെ ബഹിരാകാശ യാത്രികനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനുമാണ് ശുഭാംശു ശുക്ല. 41 വർഷത്തിന് ശേഷമാണ് ഇന്ത്യക്കാരൻ ബഹിരാകാശത്ത് എത്തുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ രാകേഷ് ശർമ്മ. 1984 ഏപ്രിൽ 3. രാകേഷ് ശർമ്മ പോയ വാഹനം സോയുസ് 11 ദൗത്യത്തിൻ്റെ ഭാഗമായിരുന്നു. ചിലവഴിച്ച സമയം 7 ദിവസം 21 മണിക്കൂർ 40 മിനിറ്റ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. 18 ദിവസത്തോളം ബഹിരാകാശത്ത് അദ്ദേഹം ചിലവഴിച്ചു. ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ശുഭാംശു ശുക്ല കൊണ്ടുപോയ പാവയുടെ പേര് ജോയ്. 0 ഗ്രാവിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത് കൊണ്ടുപോയത്. ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ഇന്ത്യ നടത്തുന്ന പഠനങ്ങളുടെ എണ്ണം 7. 1 വിളകൾ വളർത്തൽ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച 6 ഇനം വിത്തിനങ്ങൾ. ജ്യോതി, ഉമ, നെല്ല്. ഉമ വികസിപ്പിച്ചത് മങ്കൊമ്പ്. കനകമണി, കുറ്റിപ്പയർ. തിലകധാര, എള്ള്. വെള്ളായണി വിജയ്, തക്കാളി. മുത്തുമുള, വിത്ത് മുളപ്പിക്കൽ. കർണാടകയിലെ ധബാദ് കാർഷിക സർവകലാശാലയും IIT-യുമായി സഹകരിച്ചാണ് ഇത് നടത്തുന്നത്. ഉലുവ, ചെറുപയർ വിത്തുകളാണ് കൊണ്ടുപോയത്. 3 സൈനോ ബാക്ടീരിയ. ജലത്തിൽ പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള ബാക്ടീരിയകളുടെ പ്രകാശ സംശ്ലേഷണ ശേഷിയും പ്രതിരോധ ശേഷിയുടെയും പരീക്ഷണം. 4 മയോജനിസ് മൈക്രോഗ്രാവിറ്റിയിൽ പേശീനഷ്ടം സംഭവിക്കുന്നതിൻ്റെ കാരണങ്ങൾ. ചികിത്സ, പുനരുജ്ജീവിപ്പിക്കൽ. 5 മൈക്രോ ആൽഗെ. ബഹിരാകാശത്ത് ഭക്ഷ്യയോഗ്യമായ മൈക്രോ ആൽഗകളിൽ സൂക്ഷ്മ ഗുരുത്വാകർഷണവും കിരണവും ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച്. 6 വോയേജർ ഡിസ്പ്ലേ. മൈക്രോഗ്രാവിറ്റി കമ്പ്യൂട്ടർ സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതങ്ങളെക്കുറിച്ച് പഠിക്കാം. 7 കാർഡിയോ ഗ്രേഡിംഗ്. അതീവ തീവ്രമായ സാഹചര്യങ്ങളിൽ അതിജീവിക്കാൻ ശേഷിയുള്ള സൂക്ഷ്മജീവികളായ കാർഡിയോ ഗ്രേഡുകളുടെ പ്രതിരോധശേഷി, പുനരുൽപാദനം എന്നിവയെക്കുറിച്ച് പഠിക്കാം. ഇതിനായി കൊണ്ടുപോയവ ജലക്കരടി, മോസ് പന്നികൾ.